ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബംഗളൂരു അപ്പാർട്ട്മെന്റ് കൊലപാതക കേസിലെ പ്രതി ആരവ് പിടിയിലായത് കർണാടകയിൽ നിന്ന് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ദേവനഹള്ളിയിൽ നിന്ന് പിടികൂടി എന്നാണ് കർണാടക പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. കർണാടകയിൽ നിന്ന് വാരാണസി വരെ എത്തി തിരികെ വരുമ്പോഴായിരുന്നു പ്രതി പിടിയിലായത്. കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആദ്യം കർണാടക പോലീസിന്റെ പ്രതികരണത്തിലേക്ക്. We found a dead body in service apartment in Indira Nagar. We registered a case under 302 murder, and we proceeded with the investigation. We came to that he was moving from Raichur to Madhya Pradesh to Uttar Pradesh, and Uttar Pradesh to Varanasi, and from Varanasi, so he travelled back to Karnataka today at 4 o'clock. So we picked him from a place in Devanhalli. So we have taken him into custody and we are interrogating him. The formalities we are going to finish by tomorrow. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ് ഈ പ്രതി ആരവ്. ഇയാൾ കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടില്ല, വാരാണസിയിലേക്ക് പോയി, അവിടുന്ന് തിരികെ വരുമ്പോൾ പിടികൂടി. എങ്ങനെ കൃത്യം നടത്തി, എന്തായിരുന്നു അയാൾ ആ കൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത്? അത്തരം കാര്യങ്ങൾ ഈ രഹസ്യ കേന്ദ്രത്തിലെ ചോദ്യം ചെയ്യലിൽ ഇയാൾ വിശദീകരിക്കുന്നുണ്ടോ പ്രതി? വിജയകുമാർ, വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ആ ബംഗളൂരു പോലീസിന്റെ നീക്കങ്ങൾ ഈ കേസിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രതിയെ ബംഗളൂരുവിൽ എത്തിക്കുന്നത് വരെ അതിൻ്റെ വിവരങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് പോലീസ് വെച്ചിരുന്നത്. ആ കാര്യങ്ങൾ പിന്നീട് DCP ഡെപ്യൂട്ടി കമ്മീഷണർ മാധ്യമങ്ങളെ വിളിച്ച് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അതിൽ പ്രതി നേരത്തെ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ചുള്ള കാര്യങ്ങൾ ശരിയാണ്. അപ്പാർട്ട്മെന്റിൽ നിന്ന് 26-ാം തീയതി രാവിലെ ആ പ്രതി ഇറങ്ങുന്നു. അതിനുശേഷം മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് റായ്ചൂറിലേക്കാണ് ആദ്യം പ്രതി ട്രെയിൻ മാർഗം പോകുന്നത്. ആന്ധ്ര ബോർഡറായിട്ടുള്ള റായ്ചൂരിലേക്ക് പോകുന്നു. പിന്നീട് അവിടുന്ന് മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ഒടുവിൽ വാരണാസി വരെ എത്തിയാണ് തിരിച്ച് ബംഗളൂരുവിലേക്ക് ഈ പ്രതി മടങ്ങിയത് എന്നതാണ് പോലീസ് കൃത്യമായി പറയുന്നത്. ഈ വിവരം പോലീസിന് ലഭിക്കുകയും ദേവനഹള്ളിയിൽ വെച്ച് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് DCP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ പറയുകയും ചെയ്തത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നതാണ് പോലീസ് പറയുന്നത്. 6 മാസം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ഇവർ പരിചയപ്പെടുന്നത്. അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവും തമ്മിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം പലതവണയായി ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 23-ാം തീയതി ഈ ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ ഇവർ മുറിയെടുക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ, അതായത് ഇവരുടെ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ തർക്കമുണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ പ്രതി ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുള്ളൂ. ആ പ്രതിയെ ഇപ്പോൾ ബംഗളൂരുവിൽ തന്നെ പോലീസിന്റെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനുശേഷം നാളെ ഉൾപ്പെടെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം മനസ്സിലാക്കിയത് ഇവരുടെ ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആരവ് ഇത് കൊലപ്പെടുത്തണമെന്ന ഒരു പ്രീ പ്ലാനിങ് ആരവിനുണ്ടായിരുന്നു. അത് ഓൺലൈൻ മാർഗം ഈ കയറും കത്തിയെല്ലാം ആരവ് ഓർഡർ ചെയ്ത് അത് മുറിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ കൃത്യം നടപ്പിലാക്കിയത് എന്ന കാര്യം പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ ഇത്തരത്തിലൊരു പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന തർക്കം മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. യെസ്, ബംഗളൂരുവിലെ ലോഡ്ജിലെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രതിയെ വിശദമായി രഹസ്യ കേന്ദ്രത്തിലാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. മലയാളിയാണ് പ്രതി. അയാളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അയാൾ ഇതിനോടകം കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കൃത്യം നടത്തിയത്, അതിനുവേണ്ട കയറും മറ്റ് ആയുധങ്ങളും ഒക്കെ ഓൺലൈൻ വഴി വാങ്ങിയതിൻ്റെ വിവരങ്ങളടക്കം ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അയാളെ ഈ ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യാനാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്. അതിനിടെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അബ്ദുൾ സനൂഫ് കസ്റ്റഡിയിലായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ചെന്നൈയിൽ നിന്നാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ കൃത്യത്തിലും പ്രതിയുടെ പങ്ക് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അയാൾ സമ്മതിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസ് അറിയിക്കുന്നത്?
വിജയകുമാർ, അല്പസമയം മുൻപാണ് അബ്ദുൾ സനൂഫിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ ചെന്നൈ ആവടിയിലുള്ള ഒരു ഫ്ളാറ്റിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ഇവിടേക്കെത്തിയ പോലീസ് സംഘം തന്ത്രപരമായി ഇയാളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇയാളുടെ മൊബൈൽ ഫോൺ ഒരു തവണ സ്വിച്ച് ഓൺ ആയിരുന്നു. ഇത് ബംഗളൂരുവിൽ വെച്ചാണ് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തി. പക്ഷേ പോലീസ് പുറകെ ഉണ്ടെന്നറിഞ്ഞ അബ്ദുൾ സനീഫ് ഇവിടെ നിന്ന് മുങ്ങി. അങ്ങനെയാണ് അയാൾ ചെന്നൈയിലേക്ക് എത്തുന്നതും അവിടെ ഒളിച്ചു താമസിക്കുകയും ചെയ്തത്. ഇയാൾ വേഷപ്രച്ഛന്നനായി ഒരു ഫ്ളാറ്റിൽ കഴിയുകയായിരുന്നു. അവിടേക്ക് പോലീസ് എത്തുകയും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഒരു ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഒപ്പമുണ്ടായിരുന്ന ഒരു യുവാവ്, അതായത് ഈ അബ്ദുൾ സനൂഫിനെ കാണാതാവുകയും ചെയ്തു. പിന്നാലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ ഈ ഫസീലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അന്വേഷണം അബ്ദുൾ സനൂഫിലേക്ക് നീളുന്നത്. സനൂഫിനായുള്ള തിരച്ചിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെയാണ് ചെന്നൈയിൽ നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പ്രാഥമികമായ പോലീസിന്റെ ഒരു നിഗമനം, നേരത്തെ ഒരു പരാതി അബ്ദുൾ സനൂഫിനെതിരെ ഈ ഫസീല നൽകിയിരുന്നു. ഈ പരാതിയിൽ 89 ദിവസം അബ്ദുൾ സനൂഫ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ കിടന്ന് പുറത്തു വന്നതിന് ശേഷമാണ് വീണ്ടും ഇവർ രണ്ടുപേരും അടുക്കുന്നതും പരിചയത്തിലാകുന്നതും. അങ്ങനെ ഈ ഫസീലയെ ഇവിടേക്ക് കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊലപാതകം നടത്തി. അതായത് നേരത്തെ ഈ പരാതി നൽകിയതിലുള്ള പക കാരണം ഈ യുവതിയെ ഈ അബ്ദുൾ സനൂഫ് കൊലപ്പെടുത്തി. അതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ കൃത്യത്തിൽ മറ്റാരെങ്കിലും പങ്കാളിയായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ലഭ്യമാകൂ. ശരി അഭിജിത്ത്, അയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പ്രതി അബ്ദുൾ സനൂഫിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കസ്റ്റഡിയിലെടുത്തത്. ചെന്നൈയിൽ നിന്നാണ് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ റിവർ റാഫ്റ്റിംഗിനിടെ മലയാളി യുവാവിനെ കാണാതായി. ഡൽഹിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന് പരാതിയുണ്ട്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്താണ് കുടുംബത്തിന്റെ പരാതി? അതിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഋഷികേശിൽ ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. മലയാളി യുവാവായിട്ടുള്ള ഡൽഹിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായിട്ടുള്ള ആകാശാണ് റിവർ റാഫ്റ്റിംഗിനിടെ ഈ ഗംഗാ നദിയിൽ അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഉയരുന്ന പരാതി എന്നുള്ളത് ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ആ ഒരു തിരച്ചിൽ അത് ഊർജിതമല്ല, അതിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഓഫീസിലെ തന്നെ ഡൽഹിയിലെ ആകാശിന്റെ ഓഫീസിലെ സഹപ്രവർത്തകർക്കൊപ്പമാണ് വിനോദയാത്രയുടെ ഭാഗമായി ആകാശ് ഋഷികേശിലേക്ക് പോയതും. അവിടെ ഈ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഡൽഹിയിലെ സാംസ്കാരിക സംഘടന ജനസംസ്കൃതി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ഒരു ഏകോപനം നടത്തി ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ ഒരു നിർദ്ദേശം നൽകണം എന്നൊരു ആവശ്യം കൂടി തുടരുക. ഇപ്പോൾ ഈ ആകാശിന്റെ ബന്ധു വിനു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിനു, ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്? ഇതിൽ എന്തുകൊണ്ടാണ് ഒരു തെരച്ചിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോകുന്നത്? അതിൽ കാലതാമസം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ? സെർച്ചിങ് ടീം ഇപ്പം വൈകിട്ട് കാലാവസ്ഥ മോശമാണ്, തണുത്ത വെള്ളമൊക്കെ ആയതുകൊണ്ട് നിർത്തി. നാളെ രാവിലെ പിന്നെ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. താങ്കൾ ഡൽഹിയിലാണോ അതോ കേരളത്തിലാണോ? ഞങ്ങൾ ഡൽഹിയിലാണ്. ഇപ്പൊ ഋഷികേശിന് പോകാനെ കൊണ്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കൂടെ, ആകാശിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? സുഹൃത്തുക്കളാണോ? അവരെന്താണ് അറിയിച്ചത്? കുടുംബാംഗങ്ങളെ എന്താണ് അറിയിച്ചത്? അവര് ഓഫീസ് ടൂറിനായിട്ട് പോയതാണ്. രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പം കാലുവഴുതി വീണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഘട്ടത്തിലൊന്നും അവിടെ ഈ കാലാവസ്ഥ ആ സമയത്ത് മോശമായിരുന്നു, ഒരു തെരച്ചിലിനോ രക്ഷാപ്രവർത്തനത്തിനോ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കാൽ തെറ്റി പിന്നെ അടിയൊഴുക്കുണ്ടായിരുന്നു, അങ്ങനെ തെന്നി സ്ലിപ്പായി പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അവിടെ ചില സാംസ്കാരിക സംഘടനകളൊക്കെ
ഉത്തരാഖണ്ഡ് സർക്കാരിന് കത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നമ്മളുടെ പാർലമെന്റ് നടക്കുന്ന സമയമായതുകൊണ്ട് എം പിമാരുടെയൊക്കെ അവൈലബിലിറ്റി ഡൽഹിയിലുണ്ട്. ആ തരത്തിലൊക്കെ ഇടപെടാൻ കഴിഞ്ഞിരുന്നോ? അതിന് ശ്രമിച്ചിരുന്നോ? ശ്രമിക്കുന്നുണ്ട് അല്ലേ? ശരി വിനു, എന്തായാലും നമ്മൾ വളരെ ഈ വാർത്ത നന്നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഡൽഹിയിൽ താമസിക്കുന്ന തൃശ്ശൂർ സ്വദേശി ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന ആക്ഷേപമാണുള്ളത്. കാലാവസ്ഥ മോശമാണ് എന്നൊരു വിവരമുണ്ട്. പക്ഷേ എന്തായാലും തെരച്ചിൽ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. ഋഷികേശിലാണ് ഈ അപകടം ഉണ്ടായത്. അച്യുതൻ തുടരുന്നു. അച്യുതൻ, ഇത് ഇപ്പോൾ ഡൽഹിയിൽ നമ്മളുടെ എം പിമാരെല്ലാവരും ഉണ്ട്, കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട്. ആ തരത്തിൽ ഒരു ഇടപെടലിന് സാധ്യതയുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അതിന് കഴിഞ്ഞില്ലേ ആ ഘട്ടത്തിലൊന്നും? വിജയകുമാർ, ആ സാധ്യതകൾ കൂടി തേടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട എം പിമാരുടെ വി ശിവദാസൻ, എ റഹീം ഉൾപ്പെടെയുള്ള എം പിമാരുടെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ തന്നെ ഉത്തരാഖണ്ഡ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ അതിവേഗത്തിലാക്കുവാൻ ഉള്ള ഓരോ നടപടിയും സ്വീകരിക്കും എന്നുള്ള ഒരു സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ എം പിമാരെ ഈ വിഷയം ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര നടപടികളിലേക്ക് കടക്കാൻ കൂടി തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിജയകുമാർ. യെസ്, വളരെ വേഗത്തിലുള്ള ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ സ്വദേശി ആകാശിനെയാണ് ഇന്ന് കാണാതായത്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെച്ചാണ് കാൽ വഴുതി വെള്ളത്തിൽ വീണു എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഓഫീസ് ടൂർ ആയിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ അപകടമുണ്ടായത്. അടിയൊഴുക്കുണ്ട് അവിടെ. അതിൽ പെട്ടുപോയതാണ് എന്നാണ് ആശങ്കപ്പെടുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമല്ലെന്ന ആക്ഷേപമുണ്ട്. എം പിമാരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രകടനം പ്രതീക്ഷയ്ക്കൊത്തുയർന്നിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. താഴെത്തട്ടിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ ഉണർവിനായി ബ്ലോക്ക് തലം മുതൽ AICC വരെ മാറ്റം കൊണ്ടുവരുമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കനത്ത തിരിച്ചടി, ഹരിയാനയിലെ തിരിച്ചടി, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ മല്ലികാർജുൻ ഖാർഗെ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്? തീർച്ചയായും വിജയകുമാർ, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ പരാജയത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോയിരുന്നത്. മഹാരാഷ്ട്രയിലും തൽസ്ഥിതി തന്നെ തുടരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ ഉച്ചയോടുകൂടി ഈ പ്രവർത്തക സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതും ഈ ഇരു സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഈ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി തന്നെയാണ്. ഇതിനിടയിലാണ് മല്ലികാർജുൻ ഖാർഗെ ഇത്തരത്തിലേക്കുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്ലോക്ക് തലം മുതൽ AICC തലം വരെ ഈ മാറ്റം കൊണ്ടുവരേണ്ടി വരുമെന്നും പ്രവർത്തക സമിതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കണക്ക് കൂട്ടലുകളെയൊക്കെ അപ്പാടെ തെറ്റിച്ചുവെന്നും പറയുന്നുണ്ട്. കാരണം വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ വലിയൊരു പരാജയം സംഭവിച്ചുവെന്ന് അവർ സമ്മതിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആവർത്തിച്ചുകൊണ്ടുള്ള പരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് BJPയുടെ ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ഈ ശ്രദ്ധ തിരിക്കുക ആണ് BJP നിലവിൽ ചെയ്യുന്നതെന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി അതിൽ അദ്ദേഹം ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നും മല്ലികാർജുൻ ഖാർഗെ ആ യോഗത്തിൽ സംസാരിച്ചു. പാർട്ടിയിൽ ഐക്യമാണ് പ്രധാനമെന്ന് കൂടിയാണ് അദ്ദേഹം ഇന്ന് ചേർന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രകടനം
അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നും അവർ വിലയിരുത്തുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് മുൻനിർത്തി നോക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇന്ത്യ സഖ്യത്തിനായില്ല എന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഈ താഴെത്തട്ടിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയം സംഭവിച്ചുവെന്നും പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചത്. ആ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിജയകുമാർ. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ഉണർവിനായി ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞത്. താഴെ തട്ടിൽ മുതൽ AICC തലം വരെ അഴിച്ചുപണി നിർദ്ദേശങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങളും വൈകാതെ ഉണ്ടാകുമെന്ന് AICC അധ്യക്ഷൻ വ്യക്തമാക്കി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തലസ്ഥാനത്ത് വീണ്ടും കുടിവെള്ളം മുടങ്ങും. ഡിസംബർ 6 രാവിലെ 10 മണി മുതൽ ഡിസംബർ 7 രാവിലെ 10 മണി വരെ കുടിവെള്ളം മുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് ഈ ഡിസംബർ 6, 7 തീയതികളിൽ കുടിവെള്ളം മുടങ്ങാൻ കാരണമായി വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുന്നത്? വിജയകുമാർ, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൈപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ട ജലവിതരണം മുടങ്ങിയതും അത് പുനഃസ്ഥാപിക്കാൻ വൈകിയതുമടക്കം തലസ്ഥാനവാസികളെ വലിയ തരത്തിൽ നട്ടം തിരിച്ചിരുന്നു. മാത്രമല്ല അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ പഴക്കമേറിയ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴക്കമേറിയ 450 mm കാസ്റ്റ് അയൺ പൈപ്പ് ലൈൻ ഡീകമ്മീഷൻ ചെയ്യൽ, ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡിൽ 300 mm DI പൈപ്പ്, മെയിൻ റോഡിലെ 500 mm കാസ്റ്റ് അയൺ പൈപ്പുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് 6-ാം തീയതി ഡിസംബർ 6 രാവിലെ 10 മുതൽ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി വരെ നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലും ജലവിതരണം മുടങ്ങുന്നത്. വെള്ളയമ്പലം, സ്റ്റാച്യു, ശാസ്തമംഗലം, വലിയശാല, MG റോഡ്, സെക്രട്ടേറിയറ്റ്, അതേപോലെ തന്നെ PMG, വേളി തുടങ്ങി നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഇക്കാര്യത്തിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജല അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, തീയതി ഡിസംബർ 6 രാവിലെ 10 മണി മുതൽ ഡിസംബർ 7 രാവിലെ 10 മണി വരെയാണ്. നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് നാഗപട്ടണം തീരത്തിന് 260 കിലോമീറ്റർ അകലെ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ ഉച്ചയോടെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ തീരം തൊടും. കര തൊടുമ്പോൾ കാറ്റ് 70 മുതൽ 90 കിലോമീറ്റർ വേഗത്തിലായിരിക്കും അടിക്കുക. അതിനിടെ ചെന്നൈ ഉൾപ്പെടെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഏതാണ്ട് 70 മുതൽ 90 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കും. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി നൽകിയിട്ടുണ്ടല്ലോ. മഴ തുടങ്ങിയോ ചെന്നൈയിൽ ഇപ്പോൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ തീരമേഖലകളിൽ? വിജയകുമാർ, മഴ അല്പസമയം മുമ്പ് തുടങ്ങി. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ചെന്നൈയിൽ മഴ ആരംഭിച്ചത്. അതിനുശേഷം ഇടവിട്ട രീതിയിൽ ചെറിയ മഴയാണുള്ളത്. നിലവിൽ മഴ മുന്നറിയിപ്പ് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ 7 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട്. ഒരു ജില്ലകളിലും റെഡ് അലേർട്ട് ഇല്ല, മറിച്ച് ഓറഞ്ച് അലേർട്ടാണ്. അത് ചെന്നൈയും തിരുവാളൂരും കാഞ്ചീപുരവും ചെങ്കൽപ്പെട്ടും കടലൂരും വിഴുപ്പുറവും ഒപ്പം കല്ലാക്കുറിച്ചിയുമാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒരു 9 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ഓറഞ്ചും യെല്ലോ അലേർട്ടുകളുമൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് 10 മണി വരെയുള്ള മഴ മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വലിയ മഴ പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് നാളെ രാവിലെയോടുകൂടി, ഇന്ന് രാത്രിയോടെ മഴ ശക്തമായി നാളെ രാവിലെയോടെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റ് നേരത്തെ ഒരു ചുഴലിക്കാറ്റായി മാറില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതൊരു ചുഴലിക്കാറ്റായി മാറിയതിനു ശേഷം കൃത്യമായി അത് ഈ ഒരു തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇത് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും പുതുച്ചേരിയോട് ചേർന്നാകും. അതായത് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാകും, പക്ഷേ പുതുച്ചേരിയോടുള്ള ഒരു അടുപ്പത്തിലാകും ഇത് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുക. ശേഷം നാളെ രാത്രിയോടുകൂടി ഇത് തമിഴ്നാട് പ്രധാന ജില്ലകളൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും സർക്കാർ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വലിയ മുന്നൊരുക്കങ്ങളുണ്ട്. ഇപ്പോൾ ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ സ്ഥാനം അത് നാഗപട്ടണം തീരത്തിന് 260 കിലോമീറ്റർ അകലെയാണ്. നാളെ ഉച്ചയോടെയാണ് അത് കരയിലെത്തുക. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ തീരം തൊടും. ആ സമയത്ത് 70 മുതൽ 90 കിലോമീറ്റർ വേഗത്തിൽ അത് കാറ്റടിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴ മുന്നറിയിപ്പ് നാളെയും നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താ മഴ അവസാനിക്കുന്നു.